വണക്കം വന്ദനം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ ഗുരുജി ഫ്രം ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം 5:11 AM ആണ്. രാവിലെ 2-ാം തീയതി ഏപ്രിൽ 2-ാം തീയതിയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഈ പറയുന്ന ഞാൻ സെബി രജിസ്റ്ററല്ല, അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്നലെ നമ്മൾ വീഡിയോയിൽ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു, ഡൗൺ സൈഡ് മൂവ് നോക്കുന്നില്ല, നമ്മൾ മുകളിലോട്ട് മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പ്രൊഫൈലിനെ നമ്മൾ സ്പ്ലിറ്റ് പ്രൊഫൈലെന്നും, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രൊഫൈലിനെ സ്പ്ലിറ്റ് അല്ലാത്ത ഫിക്സ്ഡ് പ്രൊഫൈലെന്നുമാണ് പറയുന്നത് നമ്മൾ. ഇത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഗോ ചാർട്ടിനുള്ള ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബ്ലൂ ലൈൻ, ഇടയ്ക്കുള്ള ഈ ബ്ലൂ ലൈൻ കാണിക്കുന്നത് പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോൾ, അതായത് ഈ ലെവലിൽ ഫ്യൂച്ചർ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഈ ലെവലിൽ, അതായത് 47,850 അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അക്കുമുലേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എന്താണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല, പക്ഷേ എന്തോ അവിടെ ഒരു നടന്നിട്ടുണ്ട്. സോ നമുക്ക് ഓൾറെഡി നമ്മൾ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം, നമ്മുടെ ലെവൽ 48,250 ആണ്. 48,250 ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ റീച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ വാലിഡേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ആൻഡ് സ്പോട്ടിൻ്റെ വ്യത്യാസം 300 പോയിൻറ്റിൻ്റെ വ്യത്യാസം കാണിക്കുന്നുണ്ട്. 300 പോയിൻറ്റിൻ്റെ വ്യത്യാസം നമുക്ക് കാണിക്കുന്നുണ്ട്. സോ ടോട്ടലായിട്ട് നമുക്ക് 600 പോയിൻറ്റിൻ്റെ റേഞ്ചിൻ്റെ ഒരു മൂവ് ഇന്ന് തരാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു 600 പോയിൻറ്റിൻ്റെ മൂവ് തരാനുള്ള ചാൻസസും നമുക്കുണ്ട്. സോ ഇതിന് നമ്മൾ ഗ്യാപ്പ് അപ്പ് ആയാൽ എങ്ങനെ നോക്കണം, ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ എങ്ങനെ നോക്കണം എന്നുള്ളത് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ട് നോക്കാം. കറക്റ്റായി കുറേ ആൾക്കാർ ഇത് നോക്കി വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടിന്യൂവേഷൻ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലുള്ള കണ്ടിന്യൂവേഷൻ ചാർട്ടാണ്. 48,000 എന്നുള്ള സൈക്കോളജിക്കലിൻ്റെ ലെവലിൻ്റെ താഴെയാണ് ഇത്രയും നേരം ഇന്നലെ ഒരു ഹോൾ ഡേ ഒരു ബാലൻസ് മൂഡ് സൈഡ് വേസിലോട്ട് പോയതും സൈഡ് വേസ് അപ്പ് സൈഡിലോട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ട് ഇരുന്നതും. സോ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാൽ 48,150 അവിടെ ഓപ്പൺ ആകുകയും, അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 48,000 CE 150 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 48,000 CE 150 രൂപയ്ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ നല്ലൊരു അപ്പ് മൂവ്. അവിടെ നിന്നൊരു 75 പോയിൻറ്റിൻ്റെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ രാവിലെ തന്നെ അവിടെ നിന്നൊരു 75-100 പോയിൻറ്റിൻ്റെ ഒരു അപ്പ് മൂവ്, അതായത് ഓപ്പൺ ആകുന്നത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 48,000 CE ഓപ്പൺ ആകുന്നത് 150 അവിടെയാണ് എന്നുണ്ടെങ്കിൽ അത് 5 മിനിറ്റോ 3 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങളുടെ ടൈം ഫ്രെയിം നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ 150 ഹോൾഡ് ചെയ്താൽ അവിടെ നിന്നൊരു 75 അല്ലെങ്കിൽ ഒരു 100-150 പോയിൻറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഗ്യാപ്പ് അപ്പ് ആകുന്ന സമയത്തുള്ള ലോജിക്കലായിട്ടുള്ള തിങ്കിങ് ആണ് അത് നോക്കുക. അതല്ല, ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ ഓപ്പൺ ഹോൾഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുകളിലോട്ട് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. 48,250 എന്നുള്ള ടാർഗറ്റ് നമ്മൾ നോക്കുന്നുണ്ട്, താഴോട്ട് നോക്കുന്നില്ല. ഇൻ കേസ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ്, ഇന്നലത്തെ ക്ലോസിന് താഴെയാണ് ഓപ്പൺ ആകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 47,650 എന്നുള്ള ഒരു പൊസിഷൻ, ആ ഒരു ലെവൽ 47,650 47,700 ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ ഫോർ ദ ടൈം ബീയിങ് ഒരു സപ്പോർട്ടാണ്. അതിന് ബ്രേക്ക് ചെയ്താൽ ഒരു താഴോട്ടൊരു 47,300 വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ നമ്മുടെ ഓപ്പൺ എവിടെയാണെന്ന് ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ലൈവ് ഒബ്സർവേഷൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല, പറ്റുമെങ്കിൽ ടെലഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. പോലെ ഒന്ന് ലൈക്ക് ബട്ടണും ഒരു കമൻറ്റും. ഇന്നലെ ഒരു 3 പേര് ഇട്ടിരുന്നു, വളരെ സന്തോഷമായി. 3 പേര് നമുക്ക് ഒരു ലൈക്ക് തന്നിരുന്നു. കമൻറ്റ് ബോക്സിൽ, ലൈക്കല്ല കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നു. അതേപോലെ ആൾക്കാർ കൂടുതൽ കമൻറ്റ് ഇടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ സൈനിങ് ഓഫ് ഫ്രം ട്രേഡർ ഓപ്ഷൻ ട്രേഡർ ബൈ യുവർ ഗുരുജി. ബൈ.